പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2-3 ആഴ്ച കാലമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക അഴിമതി വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സഹ വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച വിഷയം, അതുപോലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിച്ച വിഷയം, AKG ഭവൻ നിർമ്മാണത്തിലുള്ള വിഷയങ്ങൾ, ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിവാദത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായി കണ്ണൂരിലൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയം യഥാർത്ഥത്തിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ എത്ര വലിയ ജീർണതയാണത് സൂചിപ്പിക്കുന്നത് എന്ന്, എത്ര വലിയ ജീർണതയുടെ ഒരു പാതാള കുഴിയിലേക്കാണ് CPM വീണിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ ലളിതമായും വളരെ രൂക്ഷവും തീവ്രവുമായിട്ടുള്ള ഭാഷയിലും പൊതുമണ്ഡലത്തെ ഈ സംഭവങ്ങൾ നടന്നപ്പോഴെല്ലാം മാധ്യമങ്ങളിൽ കൂടി അറിയിച്ചു കൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കവിയുമാണ് ശ്രീമാൻ KC ഉമേഷ് ബാബു. ശ്രീമാൻ ഉമേഷ് ബാബുവിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അതൊന്നും ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള ഈ വിഷയം അതിൻ്റെ ഒരു ചട്ടക്കൂടിൽ അതിനെ അടയാളപ്പെടുത്തി എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ണൂർ പാർട്ടിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണതയുടെ ഒരു പരിച്ഛേദമാണെന്നും അത് കണ്ണൂർ പാർട്ടിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും വളരെ ലളിതമായ ഭാഷയിൽ, അതേസമയം നേരത്തെ പറഞ്ഞ പോലെ വളരെ തീവ്രമായിട്ടുള്ള ഭാഷയിൽ കേരളത്തിലെ ജനങ്ങളെ ആകെ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ചാനലിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു കവി ശ്രീമാൻ KC ഉമേഷ് ബാബു ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കമില്ല. അത് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ ഒരു 1-2 പതിറ്റാണ്ടുകളായി കേരളത്തിലെ CPMൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണതകൾ അതാതു സമയങ്ങളിൽ വസ്തുനിഷ്ഠമായി യാഥാർത്ഥ്യബോധത്തോടുകൂടിയും തെളിവുകളുടെ അടിസ്ഥാനത്തിലും കേരളത്തിലെ പൊതുമണ്ഡലത്തെ അറിയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് KC ഉമേഷ് ബാബു. അപ്പോൾ അങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, വധശ്രമങ്ങൾ, ഈ പറഞ്ഞ പോലെ സാമൂഹ്യമായി ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, എനിക്കിന്നിവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയിട്ടുള്ള ഈ അഴിമതി, പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ. ആ ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂരിലെ CPM ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രരായി നിൽക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് KC ഉമേഷ് ബാബു ആണ് എന്നുള്ളത് കൊണ്ട് KC ഉമേഷ് ബാബുവിനെ എങ്ങനെയെങ്കിലും, അദ്ദേഹത്തെ ശാരീരികമായി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് അദ്ദേഹത്തെ മറ്റു തരത്തിൽ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അദ്ദേഹത്തിനെതിരെ തെറ്റായ പ്രചരണം നടത്തുകയും ചെയ്യുക എന്ന ഒരു പ്രവർത്തനത്തിൽ CPM ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ അദ്ദേഹത്തെ മോശക്കാരനാക്കാം, എങ്ങനെ അദ്ദേഹത്തെ സാമൂഹ്യമായി ഒറ്റപ്പെടുത്താം എന്ന് ഉള്ള ചിന്തയിലാണ് CPM. അതിന് CPMൻ്റെ ഈ കാളികൂളി സംഘങ്ങൾ എടുത്തിരിക്കുന്നൊരു സമീപനം, അവരെടുത്തിരിക്കുന്ന ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു സമീപനം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, ശ്രീമാൻ വി കുഞ്ഞികൃഷ്ണൻ ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതുകയുണ്ടായില്ല. ആ പുസ്തകത്തിലാണ് CPMൻ്റെ കണ്ണൂർ പാർട്ടി എത്ര ഭീകരമായിട്ടുള്ള തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കണക്കുകൾ സഹിതം അദ്ദേഹം ആ പുസ്തകത്തിൽ വിശദീകരിക്കുക. പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിലൊന്നും പറയുന്നില്ല. ആ പുസ്തകം നമുക്കറിയാമല്ലോ, ഒന്ന് ഫെബ്രുവരി 4-ന് അതിൻ്റെ പ്രകാശനം അവിടെ വെച്ചു. ആ പ്രകാശനം നടക്കുന്ന സമയത്ത് തന്നെ 2000 കോപ്പി അടിച്ചിരുന്നത് മുഴുവൻ തീർന്നുപോയി. അതെല്ലാം നമ്മൾ കണ്ടതാണ്. സുഹൃത്തുക്കളെ, ആ പുസ്തകത്തിൽ
വി കുഞ്ഞികൃഷ്ണനെ കുറിച്ചിട്ട് വി കുഞ്ഞികൃഷ്ണൻ ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ആ പുസ്തകം തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എവിടെയാണ് താമസം, അദ്ദേഹം എവിടെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ PP കോമളവല്ലി, മകൾ കാവ്യ കല, മരുമക്കൾ അജയകുമാർ, അതിനുശേഷം വിലാസം കാവ്യ കല PO വെള്ളൂർ പയ്യന്നൂർ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ 2 ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇതാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയുന്നത്. അധ്യായങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗമാണ്. എന്നാൽ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായ എന്താണെന്നറിയാമോ? ഈ പുസ്തകത്തിൻ്റെ PDF ആയിട്ടുള്ള വെർഷൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യപ്പെട്ടു. ഒരു PDF വെർഷൻ. ആ വെർഷനിൽ ഈ കുഞ്ഞികൃഷ്ണനെ കുറിച്ചിട്ട് ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. അതെല്ലാം ഉണ്ട്. ഭാര്യ PP കോമളവല്ലി എന്നൊക്കെ ഉള്ള ഭാഗമെല്ലാം ഉണ്ടെങ്കിലും വിലാസം കാവ്യകല PO വെള്ളൂർ പയ്യന്നൂർ കണ്ണൂർ എന്നുള്ളതിന് പകരം കൽനില പാറക്കണ്ടി കണ്ണൂർ 670001 എന്നാണ് കൊടുത്തിരുന്നത്. കൽനില പാറക്കണ്ടി കണ്ണൂർ 67301 എന്നാണ് കൊടുത്തിരുന്നത്. അതായത് വി കുഞ്ഞികൃഷ്ണൻ്റെത് കാവ്യകല എന്നാണ്. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും CPM-കാർ ആയിരക്കണക്കിന് ഹാൻഡിലുകളിലൂടെയും ഷെയർ ചെയ്തിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ PDF കോപ്പിയുടെ അടിയിൽ കൊടുത്തിരിക്കുന്ന, കുഞ്ഞികൃഷ്ണനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന വിലാസം പാറക്കണ്ടി, കൽനില പാറക്കണ്ടി എന്നാണ്. സുഹൃത്തുക്കൾ, എന്താണ് ഈ മേൽവിലാസ വ്യത്യാസത്തിൽ ഒരു വലിയ ഒരു അപകടം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഈ കൽനില പാറക്കണ്ടി കണ്ണൂർ 67301 എന്നുള്ള മേൽവിലാസം വി കുഞ്ഞികൃഷ്ണൻ്റെ എല്ലാം മറിച്ച് ശ്രീ KC ഉമേഷ് ബാബുവിൻ്റെ മേൽവിലാസമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സാണ്. ആലോചിച്ച് നോക്കണം. എത്ര വിദഗ്ധമായി, നിങ്ങൾ ആ സ്ക്രീൻഷോട്ടും കാണുന്നുണ്ട്, എത്ര വിദഗ്ധമായി അതേ ഫോണ്ടിൽ തന്നെ ഒരു PDF ഉണ്ടാക്കിയിട്ട് ആ PDFൽ കുഞ്ഞികൃഷ്ണനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗത്തിൻ്റെ അടിയിൽ KC ഉമേഷ് ബാബുവിൻ്റെ മേൽവിലാസം കൊടുത്തിട്ട് അത് ആയിരക്കണക്കിന് ഹാൻഡിലുകളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് CPM-ൻ്റെ ഈ കാളികൂളികൾ. എന്താണ് അവരുദ്ദേശിച്ചിട്ടുള്ളത്? വി കുഞ്ഞികൃഷ്ണന് വേണ്ടി ഈ പുസ്തകം KC ഉമേഷ് ബാബു എഴുതിയതാണ് എന്ന് വരുത്തണം. അതായിരുന്നു അവരുടെ ശ്രമം. അതിങ്ങനെ പ്രചരിപ്പിച്ചു. അത് കൈരളിയെടുത്ത് പ്രചരിപ്പിച്ചു. വേറെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ എടുത്തിട്ട് KC ഉമേഷ് ബാബുവാണ് വി കുഞ്ഞികൃഷ്ണന് വേണ്ടി ഈ പുസ്തകം എഴുതിയതെന്ന് പ്രചരിപ്പിക്കുകയും KC ഉമേഷ് ബാബുവിനെ വലിയ തോതിൽ സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു ഈ CPM-ൻ്റെ കാളികൂളികൾ. നമ്മൾ ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ അത് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു PDF വെർഷനായിരുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ അടിയിൽ കാവ്യകല PO വെള്ളൂർ പയ്യന്നൂർ എന്നാണ് കൊടുത്തിരുന്നത്. അതാണ് വി കുഞ്ഞികൃഷ്ണൻ്റെ മേൽവിലാസം. ആ മേൽവിലാസം മാറ്റിയിട്ട് കൽനില പാറക്കണ്ടി കണ്ണൂർ എന്ന് കൊടുത്തുകൊണ്ടാണ് ഈ CPM-ൻ്റെ ഈ വൃത്തികെട്ടവന്മാർ, ഈ കാളികൂളികൾ ഈ പ്രചരണം നടത്തിയിരുന്നത്. എന്നാൽ പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നു. മാധ്യമങ്ങളൊന്നും കാര്യമായിട്ടത് എടുക്കാൻ തയ്യാറായില്ലെങ്കിലും വി കുഞ്ഞികൃഷ്ണന് വേണ്ടി ഉമേഷ് ബാബു എഴുതിയതാണ് എന്നുള്ള നിലയിലുള്ള വലിയ പ്രചരണം CPM-ൻ്റെ ഈ കാളികൂളികൾ നടത്തുകയാണ് ചെയ്തത്. എത്ര ഭീനമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ക്രൂരമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്. എത്ര നികൃഷ്ടമാണ് ഈ കാളികൂളികളുടെ ഈ പ്രവർത്തനം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ ഇതുകൊണ്ടൊന്നും KC ഉമേഷ് ബാബു നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-നെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു അരികെങ്കിലും തൊടാൻ ഈ കാളികൂളികൾക്ക് കഴിയുമോ സുഹൃത്തുക്കളെ? ഒരിക്കലും കഴിയില്ല. കാരണം CPM-ൻ്റെ ചുവന്ന കോട്ടയ്ക്കകത്ത് നിന്നുകൊണ്ട് CPM-ൻ്റെ ജീർണതയ്ക്കെതിരെ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളായി ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് KC ഉമേഷ് ബാബു. ആ KC ഉമേഷ് ബാബുവിന് ഈ വിഷയമൊക്കെ ആയിട്ടുള്ള ബന്ധം എന്താ? ബന്ധം എന്ന് പറയുന്നത് ഇതുപോലുള്ള വിമത പ്രവർത്തനങ്ങൾക്ക് താത്വികമായി നേതൃത്വം നൽകുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് KC ഉമേഷ് ബാബു. അത് വി കുഞ്ഞികൃഷ്ണൻ നടത്തുന്ന പ്രവർത്തനം ആയിക്കോട്ടെ, ഞാൻ നടത്തുന്ന പ്രവർത്തനം ആയിക്കോട്ടെ, മറ്റ് വിമതന്മാർ നടത്തുന്ന പ്രവർത്തനം ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും പൊതുവിലൊരു ഒരു 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 താത്വികമായ പരിവേഷം നൽകുകയും അതിനൊരു പ്രത്യയശാസ്ത്ര പിൻബലം നൽകുകയും ചെയ്ത് കേരളത്തിലെ CPM-നെതിരായിട്ടുള്ള വിമത പോരാട്ടത്തിൻ്റെ അമരത്ത് നിൽക്കുന്ന ഉജ്ജ്വലനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു പണ്ഡിതനുമാണ് KC ഉമേഷ് ബാബു. ആ KC ഉമേഷ് ബാബുവിനെ ഒന്നും ചെയ്യാൻ CPM-കാർക്ക് കഴിയില്ല.
അതുകൊണ്ടാണ് കഴിഞ്ഞ 1-2 പതിറ്റാണ്ട് കാലമായി കെ സി ഉമേഷ് ബാബു സി പി എമ്മിൻ്റെ വധശ്രമങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് സി പി എമ്മിൻ്റെ ഈ ജീർണതയ്ക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെ സി ഉമേഷ് ബാബുവിനെതിരെ ഈ കാളികൂളികൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ കരിങ്കല്ലിനിട്ട് മഴുകൊണ്ടടിക്കുന്ന പോലെ ആയിരിക്കും എന്ന് ഈ കാളികൂളികൾ മനസ്സിലാക്കണം. കരിങ്കല്ലിനിട്ട് മഴുകൊണ്ടടിച്ചാൽ അടിക്കുന്നവൻ്റെ മസ്തകം തകരുകയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കെ സി ഉമേഷ് ബാബു സി പി എമ്മിൻ്റെ ജീർണതയ്ക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾക്കെതിരെ സി പി എമ്മിൻ്റെ കാളികൂളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഈ ശ്രമങ്ങൾ കരിങ്കല്ലിനിട്ട് മഴുകൊണ്ടടിക്കുന്നത് പോലെയാണ് ഇന്ന് ഈ കാളികൂളികൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സി പി എമ്മിൻ്റെ ജീർണതയ്ക്കെതിരെ കണ്ണൂർ മാത്രമല്ല, കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന സി പി എമ്മിൻ്റെ ജീർണതയ്ക്കെതിരെ നടത്തുന്ന പോരാട്ടങ്ങൾക്ക്, ആ വിമത പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുന്നിൽ നിന്ന് പടനയിക്കുന്ന ഒരു ധീരനായിട്ടുള്ള പോരാളിയാണ് കെ സി ഉമേഷ് ബാബു എന്നീ കാളികൂളികൾ മനസ്സിലാക്കണം. കെ സി ഉമേഷ് ബാബുവിനെ അവമതിപ്പുണ്ടാക്കാനും അദ്ദേഹത്തെ പരിഹസിക്കാനും അപകീർത്തിപ്പെടുത്താനും ഒക്കെ നടത്തുന്ന ഈ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഈ റബ്ബർ പന്ത് താഴോട്ട് എറിയുന്ന ഒരു അനുഭവമാണ് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കുക. എത്രത്തോളം അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും പരിഹസിക്കാനും മോശക്കാരനാക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ഇരട്ടി ശക്തിയിൽ, ഇരട്ടി ഊർജത്തിൽ സി പി എമ്മിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും ജീർണതയ്ക്കെതിരെയും അദ്ദേഹം നടത്തുന്ന പോരാട്ടത്തിൻ്റെ ശക്തിയും ഊർജവും ആർജവവും വർദ്ധിക്കുകയേ ഉള്ളൂ എന്ന് ഈ നികൃഷ്ടരായിട്ടുള്ള സി പി എം കാളികൂളികൾ മനസ്സിലാക്കണം എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിലും കെ സി ഉമേഷ് ബാബുവിനെ ഒരു ഗുരുവെന്നുള്ള നിലയിലും കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.